ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം ഉൽപ്പത്തി പുസ്തകം 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാകുന്നു. നമ്മുടെ കുറിവാക്യം ഉൽപ്പത്തി 5 അധ്യായം 24 വാക്യം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഈ പുതിയ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്നത് ഹാനോക്ക് എന്ന വ്യക്തിയെക്കുറിച്ചാണ്. ഹാനോക്ക് എന്ന പേരിൻ്റെ അർത്ഥം പ്രതിഷ്ഠിക്കപ്പെട്ടവൻ അഥവാ സമർപ്പിക്കപ്പെട്ടവൻ എന്നാണ്. കയീൻ്റെ ആദ്യജാതനായ ഒരു ഹാനോക്കിനെ കുറിച്ച് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ കയീൻ പണിത ഒരു പട്ടണത്തിനും ഹാനോക്ക് എന്ന പേര് നൽകിയിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് മറ്റൊരു ഹാനോക്കിനെ കുറിച്ചാണ്. ഈ ഹാനോക്ക് യാരെദിൻ്റെ പുത്രനും മെഥൂശലേഹിൻ്റെ പിതാവുമായ ഷേത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 5 അധ്യായം 18 വാക്യത്തിലും 21 വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഹാനോക്ക് 365 സംവത്സരം ജീവിച്ചിരുന്നു. ദൈവത്തോടു കൂടെ ജീവിച്ച ഹാനോക്ക് ഒരു വിശ്വാസി എപ്രകാരം ജീവിക്കണമെന്ന് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഒന്നാമതായി, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. കൂടെ വസിക്കുക, കൂടെ നടക്കുക, ചേർന്ന് നടക്കുക എന്നത് ഒരു തരം മനസ്സിലാക്കലാണ്. പൂർണ്ണമായി ഉൾക്കൊണ്ടാൽ മാത്രമേ ഇതിന് സാധിക്കൂ. ഇഷ്ട അനിഷ്ടങ്ങൾ മനസ്സിലാക്കി കൂടെ നടക്കുക. ആമോസ് പ്രവാചകൻ 3 അധ്യായം 3 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ എന്ന്. അങ്ങനെയെങ്കിൽ 365 വർഷം ജീവിച്ചിരുന്ന വ്യക്തി അത്രയും നാളും ദൈവത്തോട് കൂടെ നടക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6 അധ്യായം 9 വാക്യത്തിൽ നോഹയെക്കുറിച്ചും ഇപ്രകാരം തന്നെ പറയുന്നു: നോഹ ദൈവത്തോട് കൂടെ നടന്നു എന്ന്. ഹാനോക്കിൻ്റെ കൊച്ചുമകൻ ആണ് നോഹ. ഹാനോക്ക് തുടങ്ങി വച്ച മാതൃക മക്കളും കൊച്ചുമക്കളും ഒക്കെ പിന്തുടരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവഹിതം മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ഈ പുതിയ വർഷത്തിൽ നമുക്കും സാധിക്കണം. രണ്ടാമതായിട്ട്, ദൈവം അവനെ എടുത്തു. ധാരാളം സാധനങ്ങൾ നിരത്തി വച്ചിരിക്കുന്ന ടേബിളിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ അവസരം ലഭിച്ചാൽ നമുക്ക് ഏറ്റവും പ്രയോജനകരമായ ഒന്ന് നാം തിരഞ്ഞെടുക്കും, അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ ദൈവത്തിന് ഹാനോക്കിനെ പിരിയുവാൻ പറ്റില്ല എന്നർത്ഥം. ഒന്നിച്ച് നടന്നവർക്ക് ഒന്നിച്ച് സ്വർഗഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നു. ഈ ഭൂമിയിൽ ജനനം എന്ന അവസ്ഥയിലൂടെ കടന്നു വന്നവർക്ക് തീർച്ചയായും മരണം എന്ന യാഥാർത്ഥ്യത്തെ നേരിടേണ്ടി വരും. എന്നാൽ ഇവിടെ മരണം കൂടാതെ ഒന്നിച്ച് നടന്ന് സ്വർഗഭവനത്തിലേക്ക് എത്തുവാൻ ഹാനോക്കിന് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ശാന്തമായി നമുക്കൊന്ന് ചിന്തിക്കാം. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ഞാൻ ആരോട് കൂടെയാണ് നടന്നിട്ടുള്ളത്? ഇന്നു മുതൽ ഞാൻ എൻ്റെ ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എനിക്കായി ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗഭവനത്തിൽ എത്തും വരെ എൻ്റെ ദൈവത്തോട് ചേർന്ന് ഞാൻ നടക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഹാനോക്കിനെ പോലെ ഹാനോക്ക് എപ്രകാരം ദൈവത്തോട് ചേർന്ന് നടന്നുവോ അപ്രകാരം അങ്ങയോട് ചേർന്ന് നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സമർപ്പണത്തെ നീ അവിടുന്ന് വാഴ്ത്തണമേ. അങ്ങയോട് ചേർന്ന് നടക്കുമ്പോൾ അവിടുന്ന് എനിക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ എന്നെയും ഇടയാക്കണമേ. ആമേൻ.